ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സിൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനെ നമുക്ക് ഓട്ടോ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കീ എന്താണെന്ന് നോക്കുകയാണ് നമ്മൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക Ctrl+Aയോ അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യുക കോളം. ആ ഒരു ടേബിൾ സെലക്ട് ചെയ്ത ശേഷം Alt+O+A അമർത്തിയാൽ നമുക്ക് ഓട്ടോ ഫോർമാറ്റ് കിട്ടും. ഓട്ടോ ഫോർമാറ്റ് കിട്ടിയ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫോർമാറ്റ് ഏതാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോർമാറ്റിൽ പോയിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ട് പറഞ്ഞു തന്നുള്ളൂ. Alt+O+A ആദ്യം സെലക്ട് ചെയ്യണേ. അതിന് ശേഷം എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സലിൻ്റെ വർക്ക് ബുക്ക് തുറന്നാൽ, ഷീറ്റ് തുറന്നാൽ നമുക്ക് അതിൻ്റെ ഫോണ്ട് എന്തൊക്കെയാണെന്ന്, ആ ഫോണ്ടിൽ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റം വരുത്താം എന്നൊക്കെ നമുക്ക് മുൻ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഡൗട്ടോ പാടില്ല. കാരണം ഇത് കംപ്ലീറ്റ് ക്ലിയർ ആക്കി നമുക്ക് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ അലൈൻമെൻറ്റ് എന്താണ്, അതിൽ റാപ്പ് ടെസ്റ്റ്, ഷ്രിങ്ക്, അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇത് ഇന്ത്യൻ ഡിഗ്രീസ്, അങ്ങനെ ജസ്റ്റ് ഒരു ബാക്ക് സ്പേസ് പോലെ അല്ലെങ്കിൽ ഫ്രണ്ട് സ്പേസ് പോലെയൊക്കെ നമുക്ക് ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. റാപ്പ് ടെസ്റ്റ് എന്താണെന്നറിയാം, മെർജ് സെൽ എന്താണെന്നറിയാം. മുൻ ക്ലാസ്സുകളിലായിട്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബേസിക് ആയിട്ട് ഒരു എക്സൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജുകളാണ് ഞാൻ മുൻ ക്ലാസ്സുകളിലായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അഡ്വാൻസ് ലെവലിലായിട്ടുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടി കാണിച്ചു തന്നുള്ളൂ. ഇനി നമ്മൾ വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള അൺകണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് റാപ്പ് ടെസ്റ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. നമുക്ക് ഇങ്ങനെ ഇതാണെങ്കിൽ അതിനെ മാറ്റാൻ വരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് റാപ്പ് ടെസ്റ്റ് ഉപയോഗിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് റാപ്പ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സെല്ലിൻ്റെ കോളം വിടുത്ത്, റോ വിടുത്ത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെയെന്ന് നമുക്ക് അറിയാമല്ലോ. ഒന്നെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും റോയിന് അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പ്ലസ് ചിഹ്നത്തിൽ അമർത്തിയിട്ട് നമുക്ക് ഡിഗ്രീസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, അതൊക്കെ നമുക്ക് അതേപോലെ തന്നെ റോയിലും അതേപോലെ ചെയ്യാം. ഇൻക്രീസിങ് ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ റോ വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് കണ്ടോ, കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. എവിടെയാണോ പോയി ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ഒരു കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടെ നമുക്ക് വേണ്ടത് എന്താ വാല്യൂ വെച്ചാൽ നമുക്കത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ക്ലാസ്സുകളിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് ട്രയാങ്കിൾ കണ്ടോ, ആ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫുൾ വോൾ ഷീറ്റ് സെലക്ട് ആയിരിക്കും. ഇത്രയാണ് ഇന്നത്തെ ഒരു ഇൻട്രോ പോലെ ഞാൻ പറയാം. ഇത് ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിക്കുന്ന മിനിമം ഒരു ആൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജാണ്. ഫോണ്ട്, അലൈൻമെൻറ്റ്, ടെസ്റ്റ്, അതേപോലെ തന്നെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 അങ്ങനെ അതുണ്ടാവും. അതേപോലെ തന്നെ ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷീറ്റിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഷീറ്റ് മൂവ് ഓർ കോപ്പി എന്ന ഓപ്ഷനിൽ നമുക്കിപ്പോൾ ഒരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റ് വേറൊരു ഫയലിലോട്ട് ഇൻസെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ഫയലിലുള്ള ഷീറ്റ് നമ്മൾ ഈ ഫയലിലോട്ട് ഇൻസെർട്ട് ചെയ്യാനൊക്കെ മൂവ് ഓർ കോപ്പി എന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ടു ലുക്ക് എന്ന സംഭവം ഉണ്ടാവും. ടു ബുക്ക് എന്നതിലേക്ക് നമുക്ക് ഏത് ബുക്കിലാണോ നമുക്ക് വേണ്ടത്, നമുക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാം. ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, റീനെയിം ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ഷീറ്റിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഈ ഒരു ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 അങ്ങനെ എത്ര നമ്പേഴ്സ് ഓഫ് ഷീറ്റ്സും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ ഷീറ്റിനെ ഇപ്പോൾ ഒരു ഷീറ്റിനെ പിന്നെയും കോപ്പി എടുക്കണമെങ്കിലൊക്കെ മൂവ് ഓർ കോപ്പി എന്നൊരു ഓപ്ഷന് നമുക്ക് എടുക്കാം. ഇനി എന്താ ചോദിച്ചാൽ നമ്മൾ സെല്ലിനെ പറ്റി പറഞ്ഞു, സെല്ല് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞു, ഫോർമാറ്റ് പെയിൻറ്റർ എന്താണ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡോളർ സിമ്പൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഡോളർ സിമ്പൽ ഇത് ഞാൻ അടുത്ത ക്ലാസ്സുകളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ്, Ctrl+H അമർത്തിയാൽ നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ്, സോർട്ട് ആൻഡ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഉണ്ടെന്ന് നമുക്കറിയാം. അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എങ്ങനെ A to Z എന്ന ഫോർമാറ്റിലാണെങ്കിൽ A മുതൽ B വരെ
ABCD ആ ഫോർമാറ്റിൽ നമുക്ക് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പം ഞാൻ പറഞ്ഞു തന്നതൊന്നും കൂടി റിവൈൻഡ് ചെയ്ത് തരികയാണ് കേട്ടോ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ സോർട്ട് അതേപോലെ തന്നെ ഓട്ടോ സമ്മ് അല്ലാതെ നമുക്ക് എങ്ങനെ സം ചെയ്യാം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഫില്ല്, ബോട്ടം റൈറ്റ്, അതേപോലെ തന്നെ ക്ലിയർ ഫോർമാറ്റ്, അങ്ങനെ ആ ഒരു ഓപ്ഷൻസും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ജസ്റ്റ് ഹോം പേജ് മാത്രമാണ് കേട്ടോ. ഹോം പേജിൽ ഇൻസേർട്ട് ചെയ്യാനും ഒരു റോ ഇൻസേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ കോളം ഇൻസേർട്ട് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ടേബിളിൽ നമുക്ക് അറിയാം. ഇതൊരു ജസ്റ്റ് ഒരു റിവൈൻഡ് ക്ലാസ് ആയിരുന്നു. താങ്ക് യു.